Hi everyone, in this video we are starting section 1.2.2 reflection. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെ തന്നെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് മിററിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. അത് എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു വേർഡാണ് മിററിൽ നമുക്ക് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി കാണാം. അത് മിററിൽ മാത്രമല്ല പല സ്ഥലത്തും മിററിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് കാണുക. ഇനി അതുപോലെ ഹീറ്റിൻ്റെ ഇപ്പോൾ ഒരു സർഫസ് ഞാൻ എടുത്തു. ഈ ഒരു സർഫസിൽ ഹീറ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് പതിച്ചു. ഈ ഹീറ്റ് ഉള്ളിലേക്ക് കടത്തി വിടാത്ത ചില സർഫസുകൾ ഉണ്ടായിരിക്കും. ഹീറ്റിനെ ഈ സർഫസിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാത്ത ചില സർഫസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഹീറ്റിൻ്റെ ആ ഒരു ബീം അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹീറ്റിന് വേണമെങ്കിൽ റിഫ്ലക്ഷൻ നടത്താം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫ്ലക്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സർഫസ് എടുക്കുക, റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ, റിഫ്ലക്ഷൻ സാധ്യമാകുന്ന സർഫസ് എടുത്തു. ആ സർഫസാണ് ഞാനിങ്ങനെ ഒരു കേർവിൽ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ലോയാണ് റിഫ്ലക്ഷൻ ലോ. ക്വസ്റ്റ്യൻ ചോദിക്കും വൺ വേർഡായിട്ട്, സ്റ്റേറ്റ് റിഫ്ലക്ഷൻ ലോ. ഈ റിഫ്ലക്ഷൻ ലോ എന്ന് പറയുന്നത് ഏത് റിഫ്ലക്റ്റിംഗ് സർഫസിനും ബാധകമാണ്. അല്ലാതെ മിററിന് മാത്രമല്ല, ഏത് റിഫ്ലക്റ്റിംഗ് സർഫസ് എടുത്താലും ഈ റിഫ്ലക്റ്റിംഗ് ലോ അത് ഫോളോ ചെയ്യും. എന്താണ് ഇനി റിഫ്ലക്റ്റിംഗ് ലോ? റിഫ്ലക്റ്റിംഗ് ലോ പറയുന്നത് എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചതായിരിക്കാം ഫിസിക്സിൽ. ഇതാണ് എൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ സർഫസിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു ലൈറ്റ്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുമല്ലോ. ഈ കേർവിന് ഈ സർഫസിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. അപ്പോൾ ഈ ടാൻജൻറ്റുമായിട്ട് ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചു, തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് ഇത് റിഫ്ലക്റ്റീവ് സർഫസ് ആയതുകൊണ്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ലൈനും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. അതായത് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയായിരിക്കും നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവുക. അത് ഏതൊരു റിഫ്ലക്റ്റീവ് സർഫസ് എടുത്താലും ഈ റിഫ്ലക്റ്റിംഗ് ലോ ഫോളോ ചെയ്യാറുണ്ട്. അതായത് ഒരു ലൈറ്റ് ഈ പോയിന്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഇതാണ് ആംഗിൾ തീറ്റ. ഈ ആംഗിൾ തന്നെയായിരിക്കും അത് തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ഒരു പ്രോപ്പർട്ടി ഓർമ്മ വേണം. ഇതാണ് റിഫ്ലക്ഷൻ ലോ. ദ ആംഗിൾ ദാറ്റ് ഇൻകമിംഗ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജൻറ്റ് ടു എ സർഫസ് ഈസ് ദ സെയിം ആസ് ദ ആംഗിൾ ദാറ്റ് ദ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജൻറ്റ്. അതായത് ഇൻസിഡൻറ്റ് ലൈറ്റും റിഫ്ലക്റ്റീവ് ലൈറ്റും ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആയിരിക്കും ഏത് റിഫ്ലക്റ്റിംഗ് സർഫസ് എടുത്താലും. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ്. ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ് എന്നത് ഒരു എസ്സേ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ്. ഇതിലെന്താ പറയണതെന്നറിയോ? നമ്മുടെ കയ്യിൽ ഒരു സർഫസ് ഉണ്ട്, എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഒരു മിറർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ലെൻസോ എന്തെങ്കിലും. ഇതാണ് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഒരു ലെൻസ് ഉണ്ട്. ഈ എഫ് ഡാഷിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യാണ്. അത് ഈ പെർട്ടിക്കുലർ പോയിന്റിൽ വന്ന് പതിച്ചു. എഫ് ഡാഷിലൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വന്ന് പതിച്ചാൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യില്ല. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എഫിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അവർ തിരിച്ച് എഫിലൂടെ പോകുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് എഫ് ഡാഷിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അതാണ് reflection property of the ellipse. See, reflection property of the ellipse. Light which comes from one focus of an elliptical mirror is reflected at the ellipse to pass through the second focus. നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ നമ്മളത് പ്രൂവ് ചെയ്യുക? അതായത് ഇതിലൂടെ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇതിലൂടെയാണ് പോവുക. നമ്മളത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഈ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ റിഫ്ലക്റ്റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റണം ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് വിളിച്ചാൽ ഇതേ ആംഗിൾ തന്നെയായിരിക്കണം ഇത് ബീറ്റ. ഓക്കെ, അതായത് ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റിംഗ് ആംഗിളും ഈക്വൽ ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ലൈൻ ഇൻസിഡൻ്റ് ആണെങ്കിൽ ഇത് റിഫ്ലക്റ്റിംഗ് ലൈൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റിംഗ് ലോ അനുസരിച്ച് നമ്മൾ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് എലിപ്സ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഫോക്കസിലൂടെ പതിക്കുന്ന ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന അടുത്ത ഫോക്കസിലൂടെ ആയിരിക്കും. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ലൈൻ്റെ ഇതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ആംഗിൾ ബീറ്റ ആണെങ്കിൽ, ഈ ടാൻജൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഈ ആംഗിളും ബീറ്റ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൂഫിനായിട്ട് നമുക്ക് സൈൻ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല ആവശ്യമുണ്ട്.
+2 പഠിച്ചിരിക്കുന്നതാണ്. അതൊരു ട്രയാങ്കിൾ, അതിനെ ABC എന്ന് വിളിച്ചു. ഈ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C. ഈ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഉണ്ടല്ലോ BC, ഇതിൻ്റെ ലെങ്ത്ത് സ്മോൾ a. ഈ B എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? AC. അതിൻ്റെ ലെങ്ത്ത് സ്മോൾ b. സ്മോൾ സിക്ക് ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? AB. അതിൻ്റെ ലെങ്ത്ത് C എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത്താണ് A. അതുപോലെ B, അതുപോലെ C എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഫോർമുല പറയുന്നത് എന്താണെന്നറിയോ? A/sin A. സി, length divided by sine of this angle equal to B divided by sine of this angle equal to C divided by sine of this angle ആയിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് എലിപ്സ് പ്രൂവ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു എലിപ്സ് വരച്ചിട്ടുണ്ട്. എലിപ്സിൻ്റെ ഫോക്കസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ലൈനും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതും ഞാനിവിടെ അടയാളപ്പെടുത്തി. ഈ എലിപ്സിൽ ആർബിട്രറി ആയിട്ട് ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്, P എന്ന് പറയുന്ന പോയിന്റ്. അതിനെ A cos t, B sin t എന്ന് വിളിച്ചു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഞാനത് ആ ബുക്കിൽ കാണിച്ചു തന്നിരുന്നു. ദിസ് ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിളിനാണ്. അപ്പോൾ ഈ പോയിന്റിലൂടെ പതിക്കുന്ന ഈ ലൈറ്റ് P എന്ന് പറയുന്ന പോയിന്റിലാണ് വന്ന് ടച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. P എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ്. P എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? A cos t, B sin t ആയിരിക്കും. നമുക്കറിയാം, പാരാമെട്രിക് ഇക്വേഷൻ അറിയാം ഏതൊരു പോയിന്റിൻ്റെയും. A cos t, B sin t ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ PF എന്ന് പറയുന്നത് എന്താണ്? E ഇൻറ്റു PM ആയിരിക്കും. PF എന്ന് പറയുന്നത് E ഇൻറ്റു PM. എന്താണ് PM എന്ന് പറഞ്ഞാൽ? PM എന്ന് പറയുന്നത് ഇത്ര പോകുന്ന ലൈനിൽ നിന്ന് ഈ കുഞ്ഞെ പോർഷൻ സബ്ട്രാക്ട് ചെയ്തതാണ്. എന്താണ് ഈ ലെങ്ത്ത്? ഈ ഞാൻ ഇപ്പോൾ പെന്നുകൊണ്ട് വരയ്ക്കുന്ന ഈ ലെങ്ത്ത് എന്താണ്? അതായത് ഈ ലൈനും തമ്മിലുള്ള അകലം എന്താ വരിക? A/E അല്ലേ? ഈ പോയിന്റ് എന്ന് പറയുന്നത് A/E, 0 ആണ്. സോ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്, ഈ y ആക്സിസും ഈ ഡയറക്ട്രിക്സ്. അതുകൊണ്ട് ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് A/E. ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ പോർഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലെങ്ത്ത്? ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്ത് എന്താ വരിക? A cos t അല്ലേ? കാരണം ഈ P എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക അല്ലേ? എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് A cos t ആയിരിക്കും. ദിസ് പോയിന്റ് എന്ന് പറയുന്നത് B sin t ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന് ഈക്വൽ ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് A cos t ആണ്. അതായത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് A/E. ഈ സ്മോൾ ലെങ്ത് എന്ന് പറയുന്നത് A cos t. അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ സ്മോൾ ലെങ്ത് കുറച്ചാൽ നമുക്ക് ഈ ലെങ്ത് കിട്ടും, PM. സോ PM എന്ന് പറഞ്ഞാൽ A/E മൈനസ് A cos t ആണ്. ഓക്കെ, അതായത് PF ഈക്വൽ ടു E ഇൻറ്റു PM. PMന് ഞാനവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അവിടെ ഞാനൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും A മൈനസ് AE cos t. അതേപോലെ PF ഡാഷ് കാണുന്നു. PF ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E ഇൻറ്റു PM M ഡാഷ് ആണ്. E ഇൻറ്റു PM ഡാഷ്. PM ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെങ്ത്ത് കണ്ടെത്താൻ പറ്റുക? ഈ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിൻ്റെ കൂടെ ഇത്രയും പോർഷൻ ആഡ് ചെയ്തത്. എന്താണ് ഈ ലെങ്ത്ത് വരിക? ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് A/E ആണ്. ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് A cos t ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ PM ഡാഷ് കിട്ടും. അതായത് A/Eയും A cos t കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ PM ഡാഷ് കിട്ടി. അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. സോ PF/PF ഡാഷ് ആണ് ഇനി അടുത്തത് കാണുന്നത്. PF/PF ഡാഷ് ഈസ് ഈക്വൽ ടു, നമ്മൾ PFനും PF ഡാഷിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A ക്യാൻസൽ ചെയ്യുക, കോമൺ ആയതുകൊണ്ട് വി ഗെറ്റ് ദിസ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് നമുക്കറിയാം എലിപ്സിൽ ഏതൊരു പോയിന്റ് P എടുത്താലും ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ വരിക? x/A cos t പ്ലസ് y/B sin t ഈസ് ഈക്വൽ ടു 1. ഈ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, പോയിന്റാണ് T എന്ന് വിചാരിക്കാം. ഈ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ T എന്ന് എടുത്തു. അങ്ങനെയുള്ള ഈ പോയിന്റിൽ y കോർഡിനേറ്റ് എന്താ വരിക? 0 ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഈ ടാൻജന്റ് ഇക്വേഷനിൽ y കോർഡിനേറ്റ് 0 വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? y കോർഡിനേറ്റ് 0 വരുമ്പോൾ x/A cos t ഈക്വൽ ടു 1. അതായത് x ഈക്വൽ ടു A cos t. അതായത് ഈ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് A cos t, 0 ആണ്. അപ്പോൾ ടിയുടെ കോർഡിനേറ്റ് എന്താ വന്നത്? A cos t, 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ TF ഡാഷ് കാണാൻ പോകണം. TFും TF ഡാഷും. അതായത് TF/TF ഡാഷ് ഫൈൻഡ് ചെയ്യണേ. TF എന്ന് പറയുന്നത് OT മൈനസ് OF അല്ലേ? അതെ. എന്താണ് OT എന്ന് പറഞ്ഞാൽ? ഈ ഒറിജിനൽ നിന്ന് ടിയിലേക്കുള്ള അകലം എന്താണ്? A cos t.
മൈനസ് എന്താണ് ഒ എഫ് എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ എന്താണ് ടി എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഒ ടിയുടെ കൂടെ ഒ എഫ് ഡാഷ് ആഡ് ചെയ്തതാണ്. അതായത് ഒ ടി എന്ന് പറഞ്ഞാൽ എ ബൈ കോസ് ടി. ഇനി ഒ എഫ് ഡാഷ് എന്ന് പറഞ്ഞാലോ എ ഇ. നിങ്ങളവിടെ മൈനസ് എ ഇ എന്ന് എഴുതരുത്, ലെങ്ത്താണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഒയിൽ നിന്ന് എഫ് ഡാഷിലേക്കുള്ള ലെങ്ത്ത് എ ഇ ആണ് വരിക. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി. ഇക്വേഷൻ നമ്പർ 2. ഇഫ് യു കമ്പയർ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടും ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അതെ, റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടെണ്ണത്തിന് സെയിം ആണ്. അതിൻ്റെ അർത്ഥം എന്താ, ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കും. അതായത് പി എഫ് ബൈ പി എഫ് ഡാഷ് എന്ന് പറയുന്നതും ടി എഫ് ബൈ ടി എഫ് ഡാഷ് എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. ഈ ടി എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, പി എഫ് ഡാഷിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താ വരിക, പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ് എന്ന് കിട്ടും. ഇവിടെ വരെ എത്തി. നമ്മുടെ പ്രൂഫ് കഴിയാറായി. ഇനി നമ്മൾ നമ്മുടെ പ്രൂഫിലേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ എലിപ്സ് എഫ് ഡാഷിൽ നിന്നൊരു ലൈൻ പോകുന്നു, അത് പി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു, അത് തിരിച്ച് നമുക്ക് എഫിലൂടെ പോകണമെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ആംഗിൾ, ഇപ്പോൾ പിയിലൂടെ വരയ്ക്കുന്ന ടാൻജൻ്റ് ലൈനാണ് ഇത്. ഞാൻ ഈ പെൻസിലുകൊണ്ട് ഇങ്ങനെ വരച്ച്, ഇതാണ് ടാൻജൻ്റ് ലൈൻ. അതായത് ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് ടാൻജൻ്റ് ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ എന്ന് ഞാൻ എടുത്തു. ലെറ്റ് ബീറ്റ ബി ദ ആംഗിൾ എഫ് ഡാഷ് പി. ഇതിന് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആംഗിൾ എടുത്തു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ ആംഗിൾ തന്നെയാണ് ഇതെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയും ബീറ്റ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതായത് ആംഗിൾ ടി പി എഫ് ഈക്വൽ ടു ആംഗിൾ ടി പി എഫ് ഈക്വൽ ടു ബീറ്റ എന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ. Now you consider two triangles പി എഫ് ഡാഷ് ടി എന്ന് പറയുന്ന ബിഗ് ട്രയാങ്കിളും പി എഫ് ടി എന്ന് പറഞ്ഞ ചെറിയൊരു ട്രയാങ്കിളും കൺസിഡർ ചെയ്യണം. ആദ്യം ഞാൻ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്, പി എഫ് ഡാഷ് ടി. ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈൻ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. സൈൻ ഫോർമുല പ്രകാരം വാട്ട് ഈസ് പി എഫ് ഡാഷ്? പി നമുക്ക് പറയാൻ പറ്റും പി എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ടി. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് പി എഫ് ഡാഷ് എന്ന് പറയുന്ന ലെങ്ത്ത്. പി എഫ് ഡാഷ് ബൈ സൈൻ ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ടു ടി എഫ് ഡാഷ് ബൈ ദ ഓപ്പോസിറ്റ് ആംഗിൾ ദിസ്, ഈ ആംഗിൾ. ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ തന്നെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ വലിയൊരു ട്രയാങ്കിളിനെ നമ്മൾ സൈൻ ഫോർമുലയിൽ പഠിച്ചത് പി എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് പി എഫ് ഡാഷ് ബൈ സൈൻ ടി ഈക്വൽ ടു, അടുത്തൊരു സൈഡ് എടുക്കുകയാണ്. അടുത്ത സൈഡ് ഞാൻ ടി എഫ് ഡാഷ് ആണ് എടുക്കുന്നത്. ടി എഫ് ഡാഷ് ബൈ സൈൻ പി ആയിരിക്കും. അവിടെ പി എന്ന് ഞാൻ എങ്ങനെ എഴുതണതെന്ന് വെച്ചാൽ ടി പി എഫ് ഡാഷ് എന്നാണ് എഴുതുന്നത്. സൈൻ പി എന്ന് എഴുതുന്നില്ല, എഫ് ഡാഷ് പി ടി എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിഗ് ട്രയാങ്കിൾ നമ്മൾ സൈൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിൽ നിന്ന് എന്തായിരിക്കും പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ്? ഈ സൈനിനെ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ സൈൻ ആംഗിൾ ടി ഡിവൈഡ് ബൈ സൈൻ ആംഗിൾ ടി പി എഫ് ഡാഷ്. ഇവിടെ നമ്മൾ സൈൻ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത് കേട്ടോ, കൺഫ്യൂഷൻ വരരുത്. അതായത് ലെങ്ത് ഓഫ് എ സൈഡ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ, സൈൻ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾ, അങ്ങനെയാണ് ആ റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ് എന്താണെന്ന് കിട്ടി. ഇതേപോലെ നിങ്ങൾ അടുത്ത ഈ കുഞ്ഞേ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ടി പി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് സൈഡ് എന്ന് പറയുന്നത് പി എഫും എഫ് ടിയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ടി പിയെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല, അതുകൊണ്ട് ഞാൻ അയാളിനെ എടുക്കണില്ല, ഈ രണ്ട് സൈഡും എടുക്കുന്നുള്ളൂ. അപ്പോൾ പി എഫ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ടി ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? പി എഫ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ടി ഈസ് ഈക്വൽ ടു ഇനി ലെങ്ത് ടി എഫ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഈ ആംഗിളിനെ ഞാൻ എങ്ങനെ എഴുതുന്നത്? ടി പി എഫ് ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയത് പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷും പി എഫ് ബൈ ടി എഫ് എന്ന് കിട്ടി. നമ്മൾ കുറച്ച് നേരത്തെ എഴുതി വെച്ചിരുന്നു പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ്. അതായത് ഇതും സെയിം ആണ്, അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആവണം. അതായത് സൈൻ ആംഗിൾ ടി ബൈ സൈൻ ആംഗിൾ ടി പി എഫ് എന്ന് പറയുന്നത് സൈൻ ആംഗിൾ ടി ബൈ സൈൻ ആംഗിൾ ടി പി എഫ് ഡാഷിന് ഈക്വൽ ആയിരിക്കും അല്ലേ? കാരണം ഇത് ഈക്വൽ ടു ഇതുമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ടു ഇതായിരിക്കും. ഇനി നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കുക. ഇത് ഇക്വേഷൻ നോക്കുമ്പോൾ ന്യൂമറേറ്റർ രണ്ടുപേരുടെയും സെയിം ആണ്, അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. അതായത് സൈൻ ആംഗിൾ ടി പി എഫ് എന്ന് പറയുന്നത് സൈൻ ആംഗിൾ ടി പി എഫ് ഡാഷിനോട് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം സൈൻ ആൽഫ ഈക്വൽ ടു സൈൻ ബീറ്റ ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് പൈ മൈനസ് ആൽഫ ആയിരിക്കും. അതായത് ഈ ടി പി എഫ് എന്ന് പറയുന്ന ആംഗിൾ എന്തായാലും ഈ ആംഗിളിനോട് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യത്തെ കേസ് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ കേസാണ് നടക്കുക. ഇത് ആംഗിൾ ടി പി എഫ് എന്ന് പറയുന്നത് പൈ മൈനസ് ആംഗിൾ ടി പി എഫ് ഡാഷ് ആയിരിക്കും.